പെട്രോൾ ഒഴിക്കുന്നതിനിടെ ഇയാളുടെ ദേഹത്തേക്കും പെട്രോൾ പടർന്നതിനാൽ പെട്രോളിൻ്റെ ഒരു സവിശേഷതയുണ്ടല്ലോ, ചൂടടിച്ചാൽ അത് ആളിക്കത്തും. നമ്മുടെ ശരീരത്തിലേക്ക് ഈ തീ കൊണ്ടുവന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യകതയില്ല. അത് ഈ പറയുന്ന പോലെ വേപ്പറാവുന്നതിനിടയിൽ തന്നെ വായു വഴി കയറി ഇത് പിടിക്കും. അങ്ങനെ ഇയാളുടെ ശരീരത്തിന് ഏകദേശം 30% പൊള്ളൽ അവിടെ വെച്ച് ഏറ്റിരുന്നു. പൊള്ളലേറ്റ് ഇയാൾ ഇറങ്ങി ഓടുന്ന സമയത്ത് ശാരീരികയുടെ മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവർക്കിടയിലൂടെയാണ് ഇയാൾ ഇറങ്ങി ഓടിയത്. പിന്നെ സാക്ഷിയായിട്ടുള്ള മുത്തച്ഛൻ ഈ കേസിലെ സാക്ഷിയായിരുന്നു. 2017 നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ജൂലൈ 14 തീയതി സംഭവം ഉണ്ടാകുന്നത്. ആദ്യം പത്തനംതിട്ട താലൂക്ക് ആശുപത്രി, അവിടെ നിന്നും നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി 85% പൊള്ളലേറ്റിരുന്നു ശാരീരികയെ അവിടെ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ശാരീരികയെ കൊണ്ടുപോകുന്നത് കോയമ്പത്തൂരിലെ ഗംഗാ ഹോസ്പിറ്റൽ, കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഗംഗാ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ഗംഗാ ഹോസ്പിറ്റലിൽ വെച്ച്, കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ജൂലൈ 22 തീയതി കുട്ടിയുടെ ഈ ശാരീരികയുടെ മരണം സംഭവിച്ചു. 30% പൊള്ളലുമായി ആ സ്ഥലത്ത് നിന്ന് മുങ്ങിയ സജിലിന് വേണ്ടി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം പോലീസ് തിരച്ചിൽ നടത്തി. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എവിടെയും ഈ പറയുന്ന പോലെ ഇത് തേടിയില്ല, ചികിത്സ തേടിയില്ല.